ഏറ്റവും കൂടുതൽ ഫിയർ മോങ്കറിങ് നേരിടുന്ന മരുന്നുകളാണ് GLP-1 അനലോഗ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ. ഇന്ന് ടൈപ്പ് 2 ഡയബറ്റീസിനും അതുപോലെ തന്നെ ഒബിസിറ്റിക്കും ഏറ്റവും ഇഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് GLP വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ്. അതായത് മൗഞ്ചാരോ, വിഗോവിയോ, സബ്ബിക് തുടങ്ങിയ മരുന്നുകളാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ക്യാൻസറിൻ്റെ റിസ്ക് കൂട്ടും എന്നൊക്കെ പറഞ്ഞ് ഇത് ഇറങ്ങിയ കാലം മുതൽ എത്രയോ ഫിയർ മോങ്കറിങ് നേരിടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ ഏറ്റവും പ്രസിദ്ധമായ ഒരു മെഡിസിൻ ജേണൽ ആയിട്ടുള്ള ഏനൽസ് ഓഫ് മെഡിസിനിൽ ഒരു പഠനം പുറത്തു വരികയുണ്ടായി. ദാറ്റ്സ് എ മെറ്റാ അനാലിസിസ്. അതായത് ഒരുപാട് പഠനങ്ങൾ അനലൈസ് ചെയ്ത് കൊണ്ടുണ്ടായ ഒരു കൺക്ലൂഷനാണത്. 48ഓളം പഠനങ്ങളെ ആസ്പദമാക്കി 95,000 ആളുകളിൽ സ്റ്റഡി ചെയ്തതിൽ ഒരു ക്യാൻസറിൻ്റെ റിസ്ക്കും, അതായത് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ റിസ്ക്കും അതുപോലെ പാങ്ക്രിയാറ്റിക് ക്യാൻസറിൻ്റെ റിസ്ക്, വൃക്കയുടെ ക്യാൻസറിൻ്റെ റിസ്ക്, ഇതൊന്നും അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക്, ഇതൊന്നും ഈ ഇത്തരം GLP-1 വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ കൂട്ടുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഇത് പെർഫെക്റ്റ്ലി സേഫായ മരുന്നുകളാണ് എന്നാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം നിങ്ങളുടെ പല ക്യാൻസറുകളുടെ റിസ്ക്, എസ്പെഷ്യലി സ്ത്രീകളിലാണ് ഗൈനക്കോളജിക്കൽ ക്യാൻസറുകളുടെ റിസ്ക്, CA ബ്രസ്റ്റ്, സ്ഥാനാർബുദത്തിൻ്റെ റിസ്ക്, CA എൻഡോമെട്രിയം, നമ്മുടെ യൂട്രസിനുള്ളിലെ ക്യാൻസറിൻ്റെ റിസ്ക്, സെർവിക്കൽ ക്യാൻസർ റിസ്ക്, ഇതൊക്കെ കൂട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒബിസിറ്റി അഥവാ അമിതഭാരം, അതോടൊപ്പം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇതൊക്കെ പൊതുവിൽ എല്ലാ ക്യാൻസറുകളുടെയും റിസ്ക് കുറയ്ക്കുമ്പോൾ ഒബിസിറ്റിയൊക്കെ കുറച്ചുകൊണ്ട് ക്യാൻസർ റിസ്ക് കുറയ്ക്കാനാണ് GLP-1 വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ സഹായിക്കുന്നത്. ഇതെല്ലാവരും ഓർമ്മിക്കുക. താങ്ക് യു. Stay healthy. Follow for more.